വൈജയന്തിക്ക് മുൻപിൽ അലീനയുടെ രഹസ്യം ബാലചന്ദ്രൻ തുറന്നു പറയുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്കിനി കാണാനായിട്ട് സാധിക്കുന്നത് അലീനയുടെ രഹസ്യത്തിൻ്റെ ചുരുൾ ബാലചന്ദ്രൻ അഴിക്കാനായിട്ട് തുടങ്ങുന്നതാണ് കാണാനായിട്ട് കഴിയുക. അപ്പോൾ എപ്പിസോഡിലേക്ക് തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധൻ ബാലചന്ദ്രനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ബാലചന്ദ്രൻ സ്റ്റാലിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ കാറിലേക്ക് കയറിയിരിക്കുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, കാറിൽ കയറിയിരിക്കുന്ന ആ സമയം നമ്മുടെ ഗോവർദ്ധനെയാണെങ്കിൽ പിന്നിൽ നിന്നും നമ്മുടെ ജോലിക്കാരൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ അളിയൻ സംസാരിച്ചതിന് ശേഷം കേണൽ സാർ ഭയങ്കര മൂഡ് ഓഫിലാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ഗോവർദ്ധനാണെങ്കിൽ അതെന്തായിരിക്കുമെന്നറിയാനായിട്ടുള്ള ചിന്തയുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഗോവർദ്ധൻ പോകുന്ന വഴിയിൽ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ബാലേട്ട, എന്താണ് കാര്യം? എന്തിനാണ് ഇയാളെ കാണാൻ വന്നത്? ഇയാൾ ആരാണ്? നമ്മുടെ വല്ല ബന്ധുവോ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കുന്നത് കാണാം. അപ്പോഴാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇയാളുമായിട്ട് എനിക്കെന്ത് ബന്ധം? എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. എനിക്ക് ഇയാളെ അറിയുക പോലുമില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്നത്? എന്തിനാണ് ബാലേട്ടൻ അലീനയ്ക്ക് വേണ്ടി ഇത്രയും അലയുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട ഗോവർദ്ധൻ്റെ അടുത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതായത് ഗോവർദ്ധ, വേറെ ഒന്നുമല്ല, അലീന എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തതിൻ്റെ 1% പോലും ഇതായിട്ടില്ല. അവൾ എത്രമാത്രം അലഞ്ഞെന്ന് നിനക്കറിയാമോ? അത് വെച്ച് നോക്കുമ്പോൾ ഈ ഓട്ടം പൂർത്തിയാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, കടമയാണ് എന്ന് ബാലചന്ദ്രൻ ഗോവർദ്ധനോട് പറയുന്നു. സത്യത്തിൽ പറയൂ ബാലേട്ട, ഇതാരാണ് എന്നാൽ എന്ന് പറയുന്നു. അത് കേട്ടതും, ഞാൻ ഈ പറയുന്ന രഹസ്യമായിരിക്കണം. എനിക്ക് നിന്നോട്, നിൻ്റെ ഭാര്യയോടും, അതായത് എൻ്റെ പെങ്ങളോടും പറയാത്ത രഹസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അലീന വരുന്നതുവരെ. പക്ഷേ നിങ്ങളിൽ നിന്നും ഇപ്പോൾ ഞാൻ ചില രഹസ്യങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അതെന്താ ബാലേട്ട? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ ബാലേട്ടന് മനസ്സ് തുറന്നൊന്ന് പറഞ്ഞുകൂടെ എന്ന് ഗോവർദ്ധൻ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും നിന്നോട് പറയാനായിട്ട് വരികയാണ്. പക്ഷേ ഇതാരും അറിയരുത് എന്ന് പറയുന്നു. ഇത് സീരിയസ് ആണ് എന്ന് പറയുന്നു. ഇതിനിടയിലാണ് നമ്മുടെ അലീനയും വീട്ടിലുള്ളവരും വിളിക്കുന്നത് എന്ന് കാണാം. അലീന വിളിച്ചിട്ട് ബാലേട്ടനോട്, അതായത് അച്ഛനോട്, ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് മടങ്ങി വരില്ലേ? അച്ഛൻ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് എന്താണ് വരാതിരുന്നത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ കുറച്ച് വൈകിയെന്നും, എന്തായാലും ഇന്ന് രാത്രി അവിടേക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഞാൻ വളരെ അവശതനാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനായിട്ട് ഒന്ന് നോക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, എങ്കിൽ അച്ഛൻ സ്റ്റേ ചെയ്തിട്ട് സാവധാനത്തിൽ റെസ്റ്റൊക്കെ എടുത്ത് പതിയെ വന്നാൽ മതി എന്ന് പറയുന്നു. അച്ഛൻ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ മെസ്സേജ് ഇടണേ എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. അല്ല ബാലേട്ട, എന്താ ബാലേട്ടൻ പറയാൻ വന്നത്? തുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ, നമുക്കിവിടെ ഒരു മുറി എടുത്തിട്ട് നാളെ പോകാമെന്ന് പറയുന്നു. ഞാൻ ടയേർഡാണെന്ന് പറയുന്നു. ഇതേ സമയം മുറിയൊക്കെ എടുത്ത് അവരങ്ങനെ അവിടെ ഫ്രഷായി നിൽക്കുകയാണ്. ഇതേ സമയം വീണ്ടും ഗോവർദ്ധൻ ആവർത്തിക്കുന്നു, എന്താണ് ബാലേട്ട ഇത്ര വലിയ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യം? തുറന്ന് പറഞ്ഞുകൂടെ എൻ്റെ അടുത്ത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ, ഞാൻ പറയുന്നത് വേറെ ആരും അറിയരുതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ഞാനിപ്പോൾ കാണാൻ പോയ ആളുടെ പേരാണ് സ്റ്റാൻലി ജോസഫ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ കഥ തുടരുകയാണ്. പണ്ട് ഗംഗേട്ടൻ്റെ കൂടെ വൈജയന്തി അവരുടെ ക്യാമ്പിൽ പോയി നിന്നത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഈ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നു. പണ്ട് ഗംഗേട്ടൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് പോയതാണ് വൈജ. അവിടെ വെച്ചാണ് വൈജയ്ക്ക് ഈ പുള്ളിയുമായിട്ട് അടുപ്പവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് എന്ന് നമ്മുടെ ഗോവർദ്ധൻ്റെ അടുത്ത് ബാലചന്ദ്രൻ അവതരിപ്പിക്കുന്നു.
ഇതേ സമയം അവിടുത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വൈജയന്തി തിരികെ വരുമ്പോൾ ഗോവർദ്ധൻ തൻ്റെ കുഞ്ഞിനെ കൊടുത്തു വിടുകയായിരുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ബാലേട്ടൻ ഈ പറഞ്ഞു വരുന്നേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ ഗോവർദ്ധ, എന്നിട്ട് നീ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നു. ഈ അലീനയുടെ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാമോ? നമ്മളീ കാണാൻ പോയ സ്റ്റാൻലി ജോസഫാണ് എന്ന് പറയുന്നു. അത് കേട്ട നമ്മുടെ ഗോവർദ്ധനാണെങ്കിലും ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് അലീന നമ്മുടെ വീട്ടിൽ വന്ന് കള്ളത്തരം പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവൾക്ക് അത് അറിയുപോലുമില്ല ആരാണ് അവളുടെ അച്ഛനെന്ന ആ സത്യം. അപ്പോഴേക്കും ഗോവർദ്ധൻ അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ, നീ ആദ്യം കേൾക്ക്, അതിനുശേഷം ചോദിക്കാമെന്ന് പറയുന്നു. അങ്ങനെ സ്റ്റാലിൻ ഗംഗേട്ടൻ്റെ അടുത്ത് ഉണ്ടായിരുന്നപ്പോൾ വൈജയന്തി അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ സമയമാണ് വൈജയന്തിയുടെ കൂടെ നമ്മുടെ കുഞ്ഞായ അലീനയെ കൊടുത്തു വിട്ടത് എന്ന് പറയുന്നു. അതെന്തിനാ ബാലേട്ടാ? ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. എന്തിന് അലീനയെ വൈജയന്തിയുടെ കൂടെ കൊടുത്തു വിട്ടു എന്ന് ചോദിക്കുന്നു. ഇതേ സമയം നീ ഒന്ന് ക്ഷമയോടെ കേൾക്ക്, ബാക്കി കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബാലചന്ദ്രൻ തുടരുകയാണ്. അതായത് കുഞ്ഞിനെ കൊടുത്തു എന്നത് സത്യം തന്നെയാണ്. അത് ഭൂമിയിലേക്കുള്ള കുഞ്ഞല്ല, അവളുടെ വയറ്റിലായിരുന്നു ആ കുഞ്ഞ് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ഗോവർദ്ധനാകെ ഞെട്ടി വിരളുന്നുണ്ട്. അപ്പോൾ വൈജ ചേച്ചിയുടെ കുഞ്ഞാണോ അലീന എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ അതേ എന്ന് പറയുന്നു. അത് അലീനയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. അവൾക്കറിയാവുന്നത് കൊണ്ടാണ് അവളുടെ അമ്മയെ കാണാൻ വേണ്ടിയാണ് തേടിപ്പിടിച്ച് വന്നത് എന്ന് പറയുന്നു. അത് കേട്ടതും നമ്മുടെ ഗോവർദ്ധന് വളരെയധികം സങ്കടമാകുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ഗോവർദ്ധനും ബാലചന്ദ്രനും സംസാരിച്ച ശേഷം അങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. സത്യങ്ങളൊക്കെ ഗോവർദ്ധൻ മനസ്സിലാക്കിയിരിക്കുകയാണ്. ബാലേട്ടൻ നല്ല മനസ്സിനുടമയാണ്, ബാലേട്ടൻ്റെ മനസ്സ് വലുതാണ് എന്ന് ഗോവർദ്ധനൊക്കെ പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ഗോവർദ്ധനാണെങ്കിൽ അലീനയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പോഴേക്കും വൈജയന്തി അവിടേക്ക് കടന്നു വരികയാണ്. വൈജയന്തി കടന്നു വന്നിട്ട്, അലീന എന്തായാലും ഇവിടെ നിന്ന് പോകണം, ഇനി ഇവൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് യാതൊരു അവകാശവും ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ തൻ്റെ വജ്രായുധം പുറത്തെടുക്കുന്നു. നിന്നേക്കാളും അവകാശവും അധികാരവും അവൾക്കിവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയുടെ ആ രഹസ്യം പുറത്തേക്ക് ആക്കുന്നൊരു കാഴ്ച. കൃത്യം രഹസ്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വൈജയുടെ പഴയ കാമുകനായ സ്റ്റാലിനും കടപ്പാട്ടൂർ വീട്ടിലേക്ക് കടന്നു വരുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. വൈജയന്തിക്ക് ഇരുട്ടടിയാണ് കിട്ടാനായിട്ട് പോകുന്നത് പ്രേക്ഷകരെ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.